മഴയൊക്കെല്ലാം മാറി നമ്മുടെ റോഡൊക്കെ തന്നെ ക്ലിയറായി വെള്ളമൊക്കെ. പക്ഷെ കച്ചയ്ക്കകത്ത് വെള്ളമുണ്ട്, ഞാൻ കാണിച്ചു തരാം. റോഡൊക്കെ ക്ലിയറായി, കച്ചയിലൊക്കെ വെള്ളമുണ്ട്. പിന്നെ നമ്മുടെ ബാക്ക് സൈഡും അവിടെ മറ്റേ വണ്ടിയൊക്കെ പാർക്ക് ആ പുറകിലും ഒക്കെ വെള്ളം അവിടെയൊക്കെ നന്നായിട്ടുണ്ട്. ഇന്നലെയൊക്കെ അവിടെയൊക്കെ ഒരാളിങ്ങനെ നടന്ന് അവരുടെ മുട്ട് വരെയായിരുന്നു. ഞാനെൻ്റെ കാല് പോലും ആ വെള്ളത്തിൽ വെച്ചിട്ടില്ല. ഇന്നലെയൊക്കെ ആൾക്കാർ മൊത്തം ഇവിടെല്ലാം കാണാനൊക്കെ ഒരേ ബഹളമായിരുന്നു ആൾക്കാരോടൊക്കെ കാണാൻ വേണ്ടി. വെള്ളപ്പൊക്കം കാണാൻ വേണ്ടി ഇന്നലെ വൈകുന്നേരമൊക്കെ ആയിട്ട് ഇവിടെ മൊത്തം ആണായത്. ഫാമിലി ആയിട്ട് എല്ലാ ആൾക്കാരും ഉണ്ട്, ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ താഴോട്ടൊന്നും വെള്ളം വന്ന് കാലം വെച്ചില്ല കേട്ടോ. എനിക്ക് ഈ ചെളിയെല്ലാം കൂടെ മിനിയാന്ന് തൊട്ട് തുടങ്ങിയല്ലേ ചെളിയായിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ നോക്കിയില്ല. പക്ഷെ കുറേ ആൾക്കാരൊക്കെ അതൊക്കെ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്നിട്ട് പേരൻസിനോടൊക്കെ പറയോ പിള്ളേരുടെ കാലൊക്കെ ചൊറിയും. കാരണം പുറകെ കുറേ കച്ചട കിടപ്പുണ്ടായിരുന്നു. വേസ്റ്റ് കൊണ്ടിട്ടിട്ട് അവർ എടുക്കാൻ വന്നിട്ട് വേസ്റ്റ് എടുക്കാൻ വരാഞ്ഞത് ഈ വെള്ളക്കെട്ടിനകത്ത് എടുക്കാൻ പറ്റത്തില്ല. അപ്പം വരാഞ്ഞുകൊണ്ട് ഇതിനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേന് ഫുൾ ഇതിനകത്ത് മിക്സായില്ലേ, വെള്ളം കയറി. അപ്പം ഞാൻ പറഞ്ഞു പിള്ളേരൊക്കെ കാല് രാത്രി കിടമ്പോൾ ചൊറിയും, നമ്മളെത്ര ക്ലീൻ ചെയ്താലും കഴിയാലും എല്ലാം. ഞാൻ പറഞ്ഞു ഇതിനെ നിങ്ങൾ ഇറക്കാതെന്ന് പറഞ്ഞു. ഞാനൊന്നും ഇറങ്ങിയില്ല. സോ അതിലേറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നലെ ഒരു 12:30 ആയപ്പോൾ ഞങ്ങളുടെ റൂമിൽ കറണ്ട് പോയി. ഞങ്ങളുടെ ബിൽഡിങ്ങിലൊരു 7 റൂമിൽ ആകെ കറണ്ടുള്ളൂ. ആ ഫുൾ ബിൽഡിങ്ങിനകത്ത് 7 റൂമിലേ ഉള്ളൂ കറണ്ട്, ബാക്കി ഒരു റൂമിലും കറണ്ടില്ല. ഇന്നലെ പോയതാണ് ഉച്ചയ്ക്ക്. സോ ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ എല്ലാവരും റൂമിൽ നിന്ന് വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു 991 അപ്പോൾ ഞങ്ങളെല്ലാവരും വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കുറേ ഇഷ്യൂസ് ഉണ്ട്, അവർ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ചിലപ്പോൾ ഇന്ന് തന്നെ ശരിയാകും ആയിരിക്കുന്നു. ഇന്ന് തന്നെ ശരിയായാലുള്ള പ്രശ്നം ഫ്രിഡ്ജിനകത്തിരിക്കുന്ന സാധനങ്ങൾ എൻ്റെ ചീത്തയാവും. സലൂണിൻ്റെ ബിൽഡിങ് ഞങ്ങൾക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് ഫോണെല്ലാം ഞാൻ ഇവിടെ വന്നാൽ ഇന്നലെ ചാർജ് ചെയ്തതല്ല. 10 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ തിരിച്ച് റൂമിലോട്ട് പോയി കിടക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു മഴയുള്ളത് കൊണ്ട് തണുപ്പ് കാണും ഉറങ്ങാൻ പറ്റും. പക്ഷെ ഉറങ്ങാനും പറ്റിയില്ല ആക്ച്വലി. മഴ ഇന്നലെ രാവിലെ കഴിഞ്ഞപ്പോൾ നിന്നല്ലോ, പിന്നെ പെയ്തിട്ടും ഇല്ല. സോ രാത്രിയായപ്പോൾ എനിക്ക് ചൂടായിരുന്നു, ഉറങ്ങാനേ പറ്റുന്നില്ല. വെളുപ്പായപ്പോഴാണ് ഞാൻ പിന്നെ ഒന്ന് ഉറങ്ങിയത്. ഇന്നിനിപ്പം കറണ്ട് വന്നില്ലെങ്കിൽ അത് പ്രശ്നമാവും, ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങൾ ചീത്തയാവും. പിന്നെ ഞാൻ ഓർത്ത് വൈകുന്നേരം വന്നിട്ടില്ലെങ്കിൽ സാധനങ്ങൾ എടുത്തിട്ട് സലൂണിലെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. ചീത്തയ്ക്ക് കളയാൻ പറ്റില്ലല്ലോ, നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചിട്ട് ചീത്തയായി പോയി കഴിഞ്ഞാൽ പിന്നെ പൈസ ലോസ് അല്ലേ. സോ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആവും. പിന്നെ ഭാഗ്യത്തിന് വെള്ളമുണ്ട്, വെള്ളത്തിന് പ്രശ്നമില്ല. അത് അതായത് 2024 ഫ്ലഡിനും ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഈ സെയിം പ്രോബ്ലം ഉണ്ടായിരുന്നു. അന്ന് ഇത് മിക്ക ബിൽഡിങ്ങിലും ഉണ്ടായിരുന്നു പ്രശ്നം. അപ്പം അതൊരു 3 days ആയിരുന്നു എടുത്തത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇതിനിപ്പോൾ ഇന്ന് തന്നെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇതെന്താ